ദോ ഗോൽഗപ്പാസ് ഡെസേർട്ട്, 2 വടാപ്പാവ്, 2 ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് ആദ്യം എടുത്തു. ലൈഫ് ഭയങ്കര അൺഫെയർ ആടാ. അൺഫെയറാ? എന്റെ ലൈഫ് അൺഫെയർ ഒന്നുമല്ല. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജോലിയും കൂലില്ലെങ്കിലും നിന്റെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടല്ലോ. അവൾ അവിടുന്ന് പൈസ അയച്ചു തരുന്നുണ്ട്. പിന്നെ നിനക്കെന്താ? അതിനെന്താ, എന്റെ ഗേൾഫ്രണ്ട് അല്ലേ. എടാ, അവളും നേഴ്സ് ഞാനും നേഴ്സ്. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഓരോ ദിവസം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ അവൾ അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. എടി, അതാ ഞാൻ പറഞ്ഞത് മൈഗ്രേഷൻ ട്രൈ ചെയ്യാൻ. ഓസ്ട്രേലിയക്ക് എന്നാ സ്കോപ്പാന്നറിയാവോ നേഴ്സസിന്? വടാപ്പാവ് വന്നില്ലല്ലോ. ഇമിഗ്രേഷൻ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ പ്രോസസ്സിങ്ങും എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. പിന്നെ ഒത്തിരി പൈസയാവും. എന്നെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടൂല. എടി, അതത്ര വലിയ കോംപ്ലിക്കേറ്റഡ് പരിപാടിയൊന്നുമില്ല. അവൾ ഈ അടുത്തല്ലേ കയറിപ്പോയത്. എന്തോ OBAയോ അങ്ങനെ എന്തോ ഒരു കോഴ്സ് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് പോയത്. ആ, തിയറി എക്സാം നമ്മുടെ നാട്ടിൽ തന്നെ എഴുതിയാൽ മതി. പിന്നെ പ്രാക്ടിക്കലിന് മാത്രം ഓസ്ട്രേലിയ പോയാൽ മതി. വലിയ പൈസ ഇറങ്ങിയിട്ടില്ല. സംഭവം സിമ്പിളാ. എടാ, സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഇതിൽ ഒരുപാട് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ടാവില്ലേ? എന്നെ കൊണ്ട് അത് പറ്റുന്നു തോന്നുന്നില്ല. നീ BSc നേഴ്സ് അല്ലേ? ലാസ്റ്റ് 5 ഇയേഴ്സിൽ നിനക്ക് 3 months എക്സ്പീരിയൻസ് ഇല്ലേ? ആ, അപ്പൊ സെറ്റ്. പക്ഷെ IELTS 7 വേണം. കുഴപ്പമില്ല, ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആവുമ്പോൾ മതി. ഒരുപാട് സമയമുണ്ടല്ലോ പഠിക്കാനായിട്ട്. അവൾ MWT വഴിയാ പോയത്. ഇനി നിനക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ തരാം. നീ ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി. ഓക്കേ. ഗോൾഗപ്പാസും വടാപ്പാവും വന്നില്ലല്ലോ.